ഇന്ന് നമ്മൾ തിരിച്ച് പഞ്ചാബിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് വൈകുന്നേരമാണ് ട്രെയിൻ, ഒരു 3:30 ആകുമ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരണം. നമ്മളിവിടെ ചിനക്കത്തൂർക്കാവ് അമ്പലത്തിലാട്ടോ പോണത്. അവിടുത്തെ പൂരൊക്കെ ആവാറായില്ലേ. അപ്പോൾ അതിന് മുന്നൊന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ തൊട്ട് പോകാൻ വിചാരിക്കണതാണ്. വിചാരിച്ചിട്ട് ഇന്നാണൊന്ന് പോകാൻ പറ്റണം കേട്ടോ. ഉമേഷാണെങ്കിൽ തലേ ദിവസമൊക്കെ വരാമെന്ന് പറഞ്ഞു അമ്പലത്തേക്ക്. പിന്നെ രാവിലെ ആയപ്പോൾ സ്വഭാവം അങ്ങോട്ട് മാറി കേട്ടോ. അതുകൊണ്ട് നമുക്ക് എനിക്ക് കാർ ഓടിക്കാൻ അറിയണത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. ഇതാണ് പറയണത്, പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കാൻ അറിയണമെന്ന്. കാരണം എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരുടെയെങ്കിലും ഇതുപോലെ കാല് പിടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. നമുക്ക് തന്നെ എടുത്ത് എവിടെ ആണെങ്കിലും പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനീത്തിയാണെങ്കിൽ അവിടെ ലെമൺ റൈസ് ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാത്രിക്ക് മാത്രമേ കൊണ്ടുപോകണുള്ളൂ, പിറ്റേ ദിവസത്തേക്കൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. എന്തിനാ വെറുതെ, എനിക്കാണെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഒന്നും ഇങ്ങനെ തണുത്ത് വറച്ചത് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ രാത്രിക്ക് മാത്രമേ എടുക്കാനുള്ളൂ. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മതി, അതൊക്കെ ധാരാളമാണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ കാപ്പി എടുക്കണ്ടായിരുന്നു, ഫ്ലാസ്കിൽ കാപ്പി ആക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ഉണ്ടാക്കിയ വട്ടയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ഇറങ്ങി നമ്മൾ പോയത് കുത്താമ്പളി പുതിയ പാലല്ലേ, അതിൽ കൂടെ ഇപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല, അതിൽ കൂടെ പോയത്. എത്ര പെട്ടെന്നാണ് ഒറ്റപ്പാലം എത്തിയെന്ന് അറിയൂ. എനിക്ക് തോന്നുന്നു ഒരു 7 മിനിറ്റ് കൊണ്ട് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചുറ്റി വളഞ്ഞൊക്കെ പോകണം. അങ്ങനെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. കുറേ ബാഗ് ഉണ്ട് കേട്ടോ. നമുക്ക് 2-3 ട്രെയിൻ കയറി ഇറങ്ങി കയറണം അല്ലേ. അപ്പോൾ അവിടെ എത്തണ കാര്യം ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും നമ്മൾ ട്രെയിൻ കയറി അങ്ങനെ. അപ്പോൾ ബാക്കി കാര്യം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.